ഹലോ ചങ്ങന്മാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ ഒരു അടിപൊളി യാത്രയുണ്ടാ പോകുന്നത്. ഇപ്പൊ ഞാനുള്ളതേ കർണാടകയിലാട്ടോ. നമ്മൾ മൈസൂരിൽ നിന്ന് വന്നിട്ട് കുണ്ടൽപേട്ട വഴി മുത്തങ്ങയ്ക്ക് വരുന്നില്ല, നമ്മള് വയനാട്ടിലേക്ക്. ആ റോഡിലാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കർണാടക റോഡുണ്ടല്ലോ, ഇങ്ങനെ അടിപൊളി റോഡല്ലേ, നല്ല സൂപ്പർ സ്റ്റൈല റോഡുകളാണ്. നമ്മള് നാട്ടിലത്തെ പോലെ നല്ല നല്ല റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളവും തിരിവൊന്നും ഇല്ലാത്ത സ്ട്രൈറ്റ് റോഡാണ്. ഈ റോഡിന്റെ രണ്ട് സൈഡിലും പച്ചക്കറി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ്. നമ്മളെ നാട്ടിലേക്ക് വരുന്ന ഒട്ടുമിക്ക പച്ചക്കറി സാധനങ്ങളും ഇവിടുന്നാണ് വരുന്നത്. ഈ വീഡിയോ നിങ്ങളെ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കട്ടോ. കണ്ടാൽ നിങ്ങൾക്ക് മുതലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോറസ്റ്റിലുള്ള യാത്രയിൽ ഒരു അനവധി ഇഷ്ടം പോലെ വന്യമൃഗങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഫോറസ്റ്റിലേക്ക് എത്തിയിട്ടില്ല, ഇപ്പോഴും കർണാടകയിൽ തന്നെയാണ്. കർണാടകയില് കുണ്ടൽപേട്ട കഴിഞ്ഞിട്ടുള്ളൂ. ഇരു സൈഡിൽ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നല്ല, അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റോഡിന്റെ ഇരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വിശാലമായ ഹെക്ടർ കണക്കിന് പരന്നു കിടക്കുന്ന കൃഷിഭൂമിയാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലൊന്നും ഇങ്ങനത്തെ ഒരു സ്ഥലം പോലും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത് കർണാടകയുടെ ഒരു പ്രത്യേകത തന്നെയാണിത്. പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. പോലീസ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തി? ഫോറസ്റ്റിലേക്ക് കിടക്കുകയാണ്. ഇതുവരെ നമ്മൾ ഫോറസ്റ്റിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ഉള്ളതും നമ്മൾ ഫോറസ്റ്റിന് പുറത്ത് തന്നെയാണ്, കർണാടകയിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ ഫോറസ്റ്റിന്റെ അടുത്തെത്തി. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ്. ഇവിടെ നമുക്ക് എൻട്രി ഫീസ് ആയിട്ട് ജസ്റ്റ് ഒരു 20 രൂപ ഒരു വണ്ടിക്ക് കൊടുക്കണം കേട്ടോ.
അതുപോലെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6 മണി മുതൽ 9 മണി വരെ ഉള്ളൂ. 9 മണി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ക്ലോസ് ആണ്. 9 മണി കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ആക്കും. പിന്നെ രാവിലെ 6 മണിക്ക് ഇവിടുന്ന് പോരാൻ കഴിയുകയുള്ളൂ. അത് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അറിയാത്തവർക്ക് പറയുകയാണ്, വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെ ഉള്ളൂ. 9 മണി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അവിടെ അടച്ചിടും. ഇപ്പൊ നമ്മൾ കാടിന്റെ ഉള്ളിലേക്ക് കയറി. ഇനി നമുക്ക് ഈ യാത്രയിൽ ഇഷ്ടംപോലെ, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇഷ്ടംപോലെ മൃഗങ്ങളെയൊക്കെ കാണാം. ആദ്യമായിട്ട് കയറിയപ്പോൾ തന്നെ ഒരു നായനെ ഉണ്ടാകേണ്ടത്. നമുക്ക് ഇഷ്ടംപോലെ വന്യമൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഫോറസ്റ്റ് യാത്ര എന്ന് പറയുന്നത്. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. കാണാൻ പറ്റിയെന്ന് വരും, പറ്റിയില്ല എന്നും വരും. പക്ഷെ മറ്റൊരു കാര്യം പറയാം, നമുക്ക് എത്ര തന്നെ പോയാലും മടുപ്പ് വരാത്ത ഒരു അടിപൊളി യാത്രയാണ് ഈ ഫോറസ്റ്റിലൂടെയുള്ള യാത്ര. നല്ല കാലാവസ്ഥയും നല്ല അടിപൊളിയായിരിക്കും. നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒന്നാണ്. മാൻകൂട്ടങ്ങൾ കണ്ടു കേട്ടോ. മാൻകൂട്ടങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ കണ്ടെന്നാണ്. കൂട്ടത്തോടെയുള്ള മാനുകളാണ്. ഞങ്ങൾ യാത്ര ചെയ്യുന്നത് രാവിലെ ഒരു 8 മണി സമയമാണ്. അതുകൊണ്ട് തന്നെ അധികം വണ്ടികളൊന്നുമില്ല. നല്ലൊരു സമയമാണ്. നല്ലൊരു തണുപ്പ്, നല്ല ഇപ്പൊ ഈ ചൂട് സമയത്ത് നല്ലൊരു തണുപ്പ് കിട്ടുന്നൊരു ടൈമിനാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. റോഡൊക്കെ നല്ല റോഡാണ് കേട്ടോ. പക്ഷെ ആകെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 200 മീറ്ററിൽ അമ്പുകളുണ്ട്. 43 അമ്പുകളുണ്ട് എന്നാണ് ഈ ഫോറസ്റ്റ് കഴിയുമ്പോഴത്തെ. കർണാടകയിൽ കഴിയുമ്പോഴേക്ക് ഏകദേശം 43 അമ്പുകൾ ഈ ഫോറസ്റ്റിനകത്തുണ്ട്. നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്തിട്ടൊന്നും കണ്ടില്ല. ഫസ്റ്റ് കുറച്ച് മാൻകൂട്ടങ്ങളെ കണ്ടത്. അടുത്തത് മാൻകൂട്ടം തന്നെയാണ് വീണ്ടും കാണുന്നത്. അതാണല്ലേ, ഇഷ്ടം പോലെ മാൻകൂട്ടങ്ങൾ കണ്ടില്ലേ. ആ, എന്ത് സ്റ്റൈലാ നോക്ക്. ഫോറസ്റ്റ് യാത്രയിൽ ആകെയുള്ള ഒന്ന് ഇതാണ്, പല വന്യമൃഗങ്ങളെയും കണ്ട് ഇങ്ങനെ നമുക്ക് അതൊരു എന്താ പറയാ, സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഏത് ഭാഗത്താണ് മൃഗങ്ങളൊക്കെ വരുന്നത് നമുക്ക് തന്നെ ശരിക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി അമർത്തി കഴിഞ്ഞാലേ അടുത്ത വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. ഇതുപോലുള്ളൊക്കെ വീഡിയോകളായിരിക്കും അധികം ഉണ്ടാവുക. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക.
എന്തൊരു സ്റ്റൈലാണല്ലോ നോക്ക്. നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ ഫോറസ്റ്റ് ഇങ്ങനെ ഇരു സൈഡിലും, അതിനിടയിൽ കൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭംഗിയായിരിക്കും, എത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ. ആകെയുള്ള ഈ കാട്ടിലുള്ള ആകെയുള്ള പ്രശ്നതയുള്ളൂ അമ്പുകള്, അമ്പുകളോടമ്പ ആ ചാടി ചാടി. ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ആകെ കണ്ടത് കുറച്ച് മാനുകളെ മാത്രമാണ് കേട്ടോ. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ പതുക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കാട്ടിൽ വണ്ടി പാർക്ക് ചെയ്യാനോ ഇവിടെ ഇറങ്ങാനോ എന്നുള്ള ഒരു അനുമതി ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും വന്യമൃഗങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ, അതുകൊണ്ട് പതുക്കെ ഇങ്ങനെ ഓടിച്ചു പോവാന്ന് മാത്രം. ഇവിടെ പാർക്ക് ചെയ്യാനോ പുറത്തിറങ്ങാനോ ഒന്നും ശരിക്കും ഒരു ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കിട്ടും. അല്ലെങ്കിമാര് യാത്രയിൽ നമ്മളൊന്നും കാണൂലേ. ഇതുവരെ മാനിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷയിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീഡിയോ കാണുന്ന നിങ്ങളും പ്രതീക്ഷ കൈവിടേണ്ട, എന്തെങ്കിലുമൊക്കെ കാണാം നമുക്ക്. അപ്പൊ ഒരിക്കൽ കൂടി പറയുന്ന വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ.
ഇതുവരെ യാത്ര ചെയ്ത മുതലായി ഇതാ കണ്ടല്ലേ ആന കണ്ടോളി. ഏതാ ആന? ഒരെണ്ണുള്ളൂ. ആന നിക്കണ നിപ്പ് നോക്കി. അയ്യവാ, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ കാട്ടിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എന്തെങ്കിലും വന്യമൃഗങ്ങളെ കാണാന്നുള്ളത്. അപ്പൊ ഇനി എല്ലാരും വീഡിയോയിൽ ഫുള്ളായിട്ട് കാണാൻ, ചിലപ്പോ ഇനിയും ഉണ്ടാവും, ഇഷ്ടം പോലെ വന്യമൃഗങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇനി മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ മാനിനെ കണ്ടു, പിന്നെ ഒരു കാട്ടാനയെ കണ്ടു. ഇനി എന്തുണ്ടാവും അറിയില്ല. അത് കഴിഞ്ഞാൽ വയനാടാണ്. വണ്ടി ഓനോട് പറയാൻ എല്ലാം കാട്ടതാണ്. അപ്പൊ കാണാം. ഇതാണ് ഈ കാട്ടിലൂടെയുള്ള യാത്രയിലെ സ്പീഡും സുഖം. ഞങ്ങളുടെ നല്ലൊരു സാധനം വരാനായി അമ്പ് അമ്പ അവിടെ ഫോറസ്റ്റുകാരൊക്കെ സംഭവങ്ങളിൽ എവിടെ താമസിക്കുന്നതിന് ഫുള്ള് ചുറ്റുഭാഗം ഏർത്ത് കൊടുത്തിട്ടാണ്. ചുറ്റുഭാഗം ഏർത്ത പച്ചരിക്ക്. വെൽക്കം ടു ബന്ദിപ്പൂർ ടൈഗർ റിസർവ്.
മറ്റും കുട്ടികളും കണ്ടില്ലേ ഫോറസ്റ്റർ വേണോ അയ്യാത് അവിടെ ഓരോന്നുള്ളൂ കൂട്ടല്ല പോകുന്ന വണ്ടി ഗ്യാപ്പായി ഓരോട് പോയിക്കോട്ടെ നമുക്ക് ബ്ലോക്ക് ഇല്ലല്ലോ എന്താ കേറി പോണാല് കേറി പോയിക്കോട്ടെ നീലാകാശച്ചെരുവിൽ നിന്നെ കാണാം താരമായി നീലേ തുള്ളി നീത്തും മഷിക്കൂടിൻ വർണ്ണങ്ങളെ അമ്പിളി മരതക ഛായയിൽ മൗനമാം മധുകണം ചോലയിൽ നീന്തിവാ തെളിമീൻ തന്നല് നനയുമീ പനിനീർ മാറി ഫോറസ്റ്റ് മുഴുവൻ കാടാ മൈസൂർ നമ്മളെ നാട്ടിലുള്ള പച്ചക്കറികളോട് തവാം അതെ ആകാശം നീളെ മഴവില്ലു ഞാലിലാടണം ൂറികളോടൊത്ത് ആടിപ്പാടി രസിക്കണം. അയവ മാൻകൂട്ടങ്ങൾ, മാൻപേടകളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലയോ? മാൻപേടകളെ കണ്ടില്ലേ? ഏതാ സ്റ്റാല് കൊമ്പുകളാ, എന്താലേ കൊമ്പും മാന്റെ ഏതാ ഓട്ടെങ്ങ ഇല്ലേ? അല്ല അങ്ങനെ ടച്ചപ്പല്ല മേലാണല്ലേ? വെൽക്കം ടു കേരള. വെൽക്കം ടു കേരള. കൽപ്പറ്റ 45, കോഴിക്കോട് 115, സുൽത്താൻബത്തേരി 20, മുത്തങ്ങ 6 കിലോമീറ്റർ. കാട് കഴിഞ്ഞ സങ്കടമായി വീട്. അടുത്ത കാട്ടിക്കല്ല നമ്മള് പോണേ. അങ്ങോട്ട് പോണോ? നമ്മളെ കാട്ട്. വെൽക്കം ടു കേരള സ്റ്റേറ്റ്. തോട്ടില് വെള്ളമായിട്ടോ? സ്വാഗതം വയനാട് വന്യജീവി സങ്കേതം. വയനാട്ടിലേക്ക് സ്വാഗതം. മലയാളം സംസാരിക്കുന്നു. മലയാളം. കേരളത്തിൽ പിന്നെ കാട്ടിൽ അമ്പോസ്ലോ എലിഫന്റ് ക്രോസിംഗ് ഏരിയ. വണ്ടി അവിടെ സൈഡാക്കി ഇങ്ങോട്ട് കൂടിയാ
ഒരു ആളുടെ നമ്മളെ നാട്ടിലെത്തി നമ്മളെ ബത്തേരി പൊൻപുഴ ക്ഷേത്രം. ഇതൊന്നില്ലേ ഇവിടെ മൊത്തം വെള്ളം കയറി. ഒരു ബ്ലോക്കായി. ആ വലിയ പിന്നെ ഇതൊന്നുമില്ല, വെള്ളപ്പൊക്കമൊന്നുമില്ല നാട്ടിലൊക്കെ ആ സമയത്ത്. കൂട്ടി പിടിച്ചതെ നേരത്തെ അവിടുന്ന് കണ്ട ടീമല്ലേ.